ഹായ് എവ്രി വൺ, എല്ലാവർക്കും സാംസർ വെൽനെസ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന ബേബി. നമുക്കിന്ന് പെരി മെനോപോസിനെ കുറിച്ച് സംസാരിക്കാം. പെരി മെനോപോസ് എന്ന് പറഞ്ഞാൽ മെനോപോസ് സംഭവിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ഏകദേശം ഒരു 30 വയസ്സ് മുതൽക്ക് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു. ചിലരിൽ 40 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യാം. മെനോപോസിൻ്റെ ഒരു ആവറേജ് ഏജ് നമ്മൾ 50-51 എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് അതിനു മുമ്പുള്ള 10 വർഷങ്ങൾ തന്നെ ഇതിലേക്കുള്ള ആ ഒരു മാറ്റം ഉണ്ടാവും. ട്രാൻസിഷൻ ടു മെനോപോസ്, അതിനെയാണ് പെരി മെനോപോസ് എന്ന് വിളിക്കുന്നത്, ഈ ഒരു കാലഘട്ടം. അപ്പോൾ പെരി മെനോപോസിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പെരി മെനോപോസിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഹോർമോണുമായിട്ട് സംബന്ധിച്ചാണ്. ഹോർമോണൽ ഡിക്ലൈൻ ഉണ്ടാവും, ഹോർമോൺസ് കുറയും സ്ത്രീകളിൽ. അപ്പോൾ അതിനോടനുബന്ധിച്ച് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെൻസ്ട്രൽ ബ്ലീഡിങ്ങിലുള്ള വ്യത്യാസമാണ്. ചിലരിൽ അത് ഇറഗുലർ ആവും പീരീഡ്സ്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട്. എല്ലാവരിലും ഒരേ സിംറ്റംസ് അല്ല പെരി മെനോപോസ് കാണും. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവരും ഉണ്ട്. പക്ഷേ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിനൊരു സൊല്യൂഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ അത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെയധികം ബാധിക്കും. അതുകൊണ്ടാണ് ഞാനിന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചത്. ഇതിൻ്റെ ഒരു സൊല്യൂഷൻസും ഹോം റെമഡീസാണ് ഇതിൽ ലാസ്റ്റ് പറയുന്നത്. അത് റിസർച്ച് ബേസ്ഡ് ആണ്. അതായത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഈ പെരി മെനോപോസിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാം, ഹോർമോണൽ തെറാപ്പിയുടെ സഹായമില്ലാതെ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു പ്രധാന പ്രശ്നം മേജറായിട്ടും സ്ത്രീകളിൽ പറയുന്നത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആണ്. ബ്ലീഡിങ് അഥവാ ഹെവി ആയിട്ട് വരാം, അല്ലെങ്കിൽ കുറച്ചായിട്ട് വരാം. ബ്ലീഡിങ് കുറഞ്ഞു വരുന്ന അവസ്ഥയും ഉണ്ടാവും. ചിലപ്പോൾ ദിവസങ്ങളിലാണ് വ്യത്യാസം വരെ. ബ്ലീഡിങ് നോർമൽ ആയിരിക്കും, പക്ഷെ കൂടുതൽ ദിവസം നിലനിൽക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു ഇറഗുലർ പീരീഡ്സ് കണ്ടു തുടങ്ങും. ഒരു 30കൾക്ക് ശേഷം ചിലരിൽ തുടങ്ങും, പക്ഷെ ഭൂരിഭാഗം ആളുകളിലും 40കൾക്ക് ശേഷമാണ് പെരി മെനോപോസിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം. പലർക്കും ഹോർമോണൽ തെറാപ്പി ഒന്നും വേണ്ടി വരാറില്ല. വേണ്ട കേസസിൽ മറ്റു കാര്യങ്ങളൊന്നും വലിക്കുന്നില്ലെങ്കിൽ, മറ്റു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനൊന്നും വലിക്കുന്നില്ല, അതുപോലെ തന്നെ ഹെവി ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഹോം റെമഡീസ് ട്രൈ ആവുന്നതാണ്. പിന്നെ ചില ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻസ് ഉണ്ട്. അത് മിക്കവാറും കൊടുക്കുന്നത് ഈ ഹോട്ട് ഫ്ലാഷസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ചൂട് അനുഭവപ്പെടുന്നത് അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് കുറയ്ക്കാനും പിന്നെ ചെറിയ ബ്ലീഡിംഗ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇമോഷണൽ പ്രോബ്ലംസ്, അതായത് ഉറക്കമില്ലായ്മയും ആങ്സൈറ്റി, ഡിപ്രഷൻ ഇവയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഹോം റെമഡീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രത്യേകിച്ചും എക്സസൈസ് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. വളരെ നേരം നിങ്ങൾ എക്സസൈസ് ചെയ്യണം എന്നില്ല. ആകെ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള റിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം. അതായത് ജമ്പിങ്, അതുപോലെ എയറോബിക് എക്സസൈസസ് ചെയ്യാം. പിന്നെ സ്ട്രെച്ചസ് ഒരുപാട് ചെയ്യാം. പിന്നെ ചിലർക്ക് ഡംബൽ എക്സസൈസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ശാരീരിക ക്ഷമത, നിങ്ങളുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഇതിനോട് ചേർത്ത് കമ്പൈൻ ചെയ്തിട്ട് ഒരു എക്സസൈസ് പ്രോഗ്രാം ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യോഗ, മൈൻഡ് ബോഡി എക്സസൈസസ് ചെയ്യുക. നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് കൂടുതലും ഈ ഉറക്ക പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുവാൻ സഹായിക്കും. അതിൽ ഏറ്റവും പ്രധാനമാണ് പ്രാണായാമ. ഇപ്പോൾ യോഗയിൽ നിങ്ങൾക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രമരി പ്രാണായാമം ഒരു അഡ്വൈസിബിൾ ആയിട്ടുള്ളൊരു എക്സസൈസാണ്. അതായത് ഉറക്കം കുറവാണെങ്കിൽ ആ എക്സസൈസ് നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഭ്രമരി പ്രാണായാമ എന്താണെന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു എക്സസൈസാണ്. പിന്നെ നിങ്ങൾ ജനറലി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹോർമോൺസിൽ വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്ക് ഒരുവിധം ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഈവൻ നിങ്ങൾക്ക് പീരീഡ്സ് ആവാത്ത അവസ്ഥ വരുമല്ലോ. ഈ ഒരു പെരി മെനോപോസൽ സ്ത്രീകളിലും അവർക്ക് ബ്ലീഡിങ് വരാത്ത അവസ്ഥയുള്ളവരുണ്ട്. സ്കാൻറ്റി മെൻസ്ട്രുവേഷൻ, ആ ഒരു സ്റ്റേജിൽ പോകുന്നവർക്കും ഇത് പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അതായത് മെൻസസിൻ്റെ 2-3 ദിവസങ്ങൾ ഭയങ്കര സ്ട്രെസ്സ്, ഭയങ്കര പെയിനൊക്കെ അനുഭവപ്പെടും. ശാരീരികമായിട്ട് കയ്യിലും കാലിലും വേദന, മസിൽ പെയിൻസും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു എക്സസൈസ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വ്യത്യാസം വരും. പിന്നെ നമ്മൾ ന്യൂട്രീഷനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ ന്യൂട്രീഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓസ്റ്റിയോപോറോസിസിലേക്ക് പോകും പെരി മെനോപോസൽ വുമൺ. അതായത് എല്ലുകൾക്ക് തേയ്മാനം വരുന്ന അവസ്ഥ, എല്ലുകൾക്ക്
പൊടിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് പോകാം. കാൽഷ്യം കുറയും. അതുപോലെ തന്നെ ഏജിങ്ങിനനുസരിച്ചിട്ടും ഈ ഈസ്ട്രജൻ ഡിക്ലൈൻ വരുന്നതിനനുസരിച്ചും കാൽഷ്യം കുറയും. അതുപോലെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അയണിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള ഡയറ്റ് വേണം കഴിക്കുവാൻ. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്തായാലും കഴിക്കണം. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഹോൾ ഗ്രെയിൻസ് റൈസ്, നല്ല റെഡ് കളർ റൈസ്, അതായത് ഹോൾ ഗ്രെയിൻ റൈസ് ആവശ്യത്തിന്. റൈസ് തന്നെ കഴിക്കണം നിർബന്ധമൊന്നുമില്ല. മറ്റ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് കാർബോഹൈഡ്രേറ്റുള്ള ആഹാര പദാർത്ഥങ്ങളായാലും മതി. ഇപ്പം കടല, ചെറുപയർ, അതുപോലെ തന്നെ ചിക്ക് പീ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാം. ഇത് ഞാൻ ജനറലി ഒരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഫോം പറഞ്ഞു. നട്ട്സ് ആൻഡ് സീഡ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ആവശ്യത്തിന് വെള്ളം തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ ഉണ്ടാവണം. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ശരീരത്തിൽ അനുഭവപ്പെടുന്നു. അതായത് ഇമോഷണൽ ലെവലിൽ വരെ നമുക്ക് അനുഭവപ്പെടും. നമ്മൾക്ക് പ്രോപ്പർ ഓക്സിജനേഷൻ, പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉണർവ് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ടത് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാം. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി. ഇപ്പോൾ മെനോപോസൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹോട്ട് ഫ്ലഷസ് ആണ് കൂടുതൽ, ഈ ചൂട് അനുഭവപ്പെടുക. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റേസിൻസ്, ഈ ഉണക്കമുന്തിരി കഴിക്കാം. ഇത് ഒരുപാടൊന്നും കഴിക്കേണ്ട, വളരെ കുറഞ്ഞ എമൗണ്ട് കഴിച്ചാൽ പോലും നിങ്ങൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് മാറുന്നതായിട്ട് കാണാം. അതായത് 40+ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അത് അനുഭവം കൊണ്ട് തന്നെ മനസ്സിലാവും. എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു മെൻസ്ട്രേഷൻസ് വരുന്നതിന് മുൻപേ PMS കൂടുതൽ വഷളാവും. PMS എന്നാൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. ആ ലക്ഷണങ്ങളൊക്കെ മുൻപത്തെ അവസ്ഥയിൽ നിന്ന്, അതായത് റീപ്രൊഡക്റ്റീവ് ഏജിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ യങ് ആയിരിക്കുമ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ തീവ്രമാവുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. അതിനൊരു മാറ്റം ഈ റൈസിൻസ് കഴിച്ചാൽ ഉണ്ടാവും. പീരിയഡ്സ് വരാതെ ഇങ്ങനെ ലേറ്റായി നിൽക്കുന്ന ഒരവസ്ഥയുള്ള സ്ത്രീകൾക്ക് ഇത് കഴിക്കുമ്പോൾ വ്യത്യാസം വരും. അതിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡ്, റിസർച്ച് ബേസ്ഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ധാരാളമായിട്ടുണ്ട്. പൊട്ടാഷ്യം ഉണ്ട്, അതുപോലെ തന്നെ അയൺ ഉണ്ട്, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ ഉണ്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അതുപോലെ ഇതിൽ റെസ്വെറാട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടെ, ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ആണ് പ്രധാനമായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരുന്നത്. ഇത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡിപ്രഷൻ, PMSൽ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവും, നമ്മൾക്ക് മെൻസ്ട്രേഷൻ സംഭവിക്കുന്ന ഒരു ലേഡിയുടെ ശരീരത്തിലുണ്ടാകുന്ന മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആണ് ഈ PMS എന്ന് പറയുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ ഇത് കഴിക്കുമ്പം വ്യത്യാസം വരുന്നുണ്ട്. അതിന് കാരണം ഈ റെസ്വെറാട്രോളാണ്. ഓക്കെ, ഉണക്കമുന്തിരി വളരെ കുറഞ്ഞ എമൗണ്ടിൽ കഴിക്കുക. പിന്നെ നിങ്ങൾക്ക് ഫൈബ്രോയിഡും അങ്ങനത്തെ പ്രശ്നം, ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് പോളിപ്പോ, ഫൈബ്രോയിഡോ, ക്യാൻസറോ കാരണം ബ്ലീഡിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടോഫു, അതുപോലെ സോയാ പ്രോഡക്ട്സ്, സോയാ ബീൻസ്, ഇതെല്ലാം ഭക്ഷണത്തിൽ ഒരു കുറഞ്ഞ എമൗണ്ടിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഹോട്ട് ഫ്ലാഷസിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ജനറലി ഓറഞ്ച് നിങ്ങൾക്ക് ഹോട്ട് ഫ്ലാഷസ് കുറയ്ക്കുന്നത് എങ്ങനെയെന്ന ഒരു ഡെഫിനിഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ജനറലി നമുക്ക് ഇപ്പം ഈവൻ പ്രഗ്നൻറ്റ് വിമൻ ആണെങ്കിലും അവർക്ക് ഹോട്ട് ഫ്ലഷസ് ഉണ്ടെങ്കിൽ ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. ജനറലി ഓറഞ്ച് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഓറഞ്ചിന് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓറഞ്ച് നല്ലൊരു ഫ്രൂട്ടാണ്. പിന്നെ പയറുവർഗ്ഗങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അത് നിങ്ങൾക്ക് പ്രോട്ടീൻ, നിങ്ങൾക്ക് എനർജി തരാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു മസിൽ മാസ് കൂട്ടിത്തരാനും ഒക്കെ സഹായിക്കും പ്രോട്ടീൻ. അപ്പോൾ ലെഗ്യൂംസ് അഥവാ പയറുവർഗ്ഗങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. ചിക്ക് പീസ് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് കാൽഷ്യം കുറയുന്നൊരു സമയമാണിത്. അപ്പോൾ കാൽഷ്യം റിച്ച് ഫുഡ് കഴിക്കുക. തൈര് കഴിക്കാം, പാലുൽപ്പന്നങ്ങൾ കഴിക്കാം. ചിലർക്ക് പാലുൽപ്പന്നങ്ങൾ ബ്ലോട്ടിംഗ് ഉണ്ടാവും. തൈര് അത്ര പ്രശ്നമില്ല. തൈര് നിങ്ങൾ ഹോം മെയ്ഡ് കേർഡാണെങ്കിൽ, ഹോം മെയ്ഡ് തൈരാണ് വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം ഞാനത് അധികം പുളിയില്ലാതെ ഉണ്ടാക്കാൻ വീട്ടിലാകുമ്പോൾ നമുക്ക് പറ്റും. മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പം അത് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യമല്ലല്ലോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കാൽഷ്യം റിച്ച് ആയിട്ട് സ്പിനാച്ച് അഥവാ ചീര കാൽഷ്യം റിച്ച് ആണ്, പക്ഷേ അതിൽ കുറച്ച് ഓക്സലേറ്റ് കണ്ടൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ജനറലി അത്യാവശ്യം വെയിൽ കൊള്ളുക. കുറഞ്ഞ ഒരു 15 മിനിറ്റ് വെയിൽ കൊള്ളുക. വെയിൽ കൊള്ളുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡ് സ്വിങ് മാറ്റുവാൻ ഈ സൺലൈറ്റിന് പറ്റും. സെറോട്ടോണിൻ പ്രൊഡക്ഷൻ ബെറ്റർ ആക്കുവാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഹോം റെമഡീസ് ആയിട്ട്. അതായത് നമ്മളുടെ ഒരു ജീവിതചര്യയുടെ ഭാഗമാക്കിയിട്ട്
നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധാരണ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ മെഡിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, അതുപോലെ ഹോട്ട് ഫ്ലഷസ് കൺട്രോളബിൾ അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുക. ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചില കേസുകളിൽ ഹോർമോണൽ തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. എങ്കിൽ പോലും നമ്മളുടെ ഒരു ചിട്ടയായ ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഇതിനെ മറികടക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, കീപ്പ് ഓൺ വാച്ചിങ് സാംസർ വെൽനസ്.